ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജിസ്ന. ഞാൻ എറണാകുളം ജില്ലയിലെ നായരമ്പലത്ത് എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. എനിക്ക് ഈശോയും അമ്മ മാതാവും തന്ന അനുഗ്രഹം ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുവാനാണ് ഇവിടെ ഞാൻ ഈശോയുടെ മുന്നിൽ അമ്മ മാതാവിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഞാനൊരു ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചൊരു കുട്ടിയാണ്. എനിക്ക് പുറത്തോട്ട് പോകാനുള്ള ജോബ് ഓഫറിന് വേണ്ടിയായിരുന്നു ഞാനിവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 9/9/2023 അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ പിന്നെ എൻ്റെ ഓരോ നെക്സ്റ്റ് സ്റ്റെപ്പുകൾ ഞാൻ ആരംഭിച്ചു. ഞാൻ അങ്ങനെ IELTS പഠിക്കാൻ പോയി. IELTSന് എനിക്ക് ആവശ്യമായ സ്കോർ എനിക്ക് ലഭിച്ചിരുന്നില്ല. ഞാൻ വളരെയേറെ സങ്കടപ്പെട്ടു. തുടർന്ന് എന്നാലും ഞാൻ ഈശോയോടും അമ്മ മാതാവിനോടും പറഞ്ഞു, ഈശോയെ എനിക്ക് കിട്ടിയില്ലെങ്കിലും സാരമില്ല, ഞാൻ ഈശോയോടുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകും, ഞാൻ ഈ പ്രാർത്ഥന തുടർന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമെന്ന് ഞാൻ ഈശോയോടും അമ്മ മാതാവിനോടും എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് എനിക്കിങ്ങനെ ജോബ് ഓഫർ വരുന്നത്. അതും ഞാൻ പഠിച്ച ഫീൽഡിൽ തന്നെ, ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച് ആ ഫീൽഡിൽ തന്നെ എനിക്ക് ജോബ് കിട്ടി. ഞാനിപ്പോൾ ഫെബ്രുവരി 12 ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ്. ഇത്രയും വലിയ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു. തുടർന്ന് ഞാൻ കാരുണ്യപ്രവൃത്തി അനാഥാലയത്തിൽ പോയി അവർക്ക് ഫുഡ് കൊടുക്കും, വസ്ത്രങ്ങൾ കൊടുക്കും, അവരുമായിട്ട് സംസാരിച്ചിരിക്കുമായിരുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും ഞാൻ നന്ദി പറയുന്നു. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 26-ാം തിരുവചനം. എല്ലാവരും വിസ്മയഭരിതരായി ദൈവത്തെ മഹത്വപ്പെടുത്തി അവർ സംഭ്രമത്തോടെ പറഞ്ഞു, അസാധാരണ സംഭവങ്ങൾ ഇന്ന് നാം കണ്ടിരിക്കുന്നു. ഈശോയുടെ കാലത്ത് എപ്പോഴും അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരുന്ന ആ സമയത്ത് എല്ലാവർക്കും ഒരു വിസ്മയിപ്പിക്കുന്ന അനുഭവങ്ങളാണ് അവർക്കുണ്ടായിക്കൊണ്ടിരുന്നത്. ജിസ്ന സാജുവിനെ വിസ്മയിപ്പിച്ച ഒരു ഉടമ്പടി പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ മകളോട് ഏറ്റുപറഞ്ഞത്. ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച ഈ മകൾക്ക് വിദേശത്തേക്ക് പോകുവാനായി പരിശുദ്ധ അമ്മ വളരെയധികം സപ്പോർട്ട് ചെയ്ത് വളരെയധികം മധ്യസ്ഥം ഉപേക്ഷിച്ച് ഈശോയോട് ചേർത്ത് വെച്ച ഒരു വലിയ അത്ഭുത സാക്ഷ്യമാണിത്. മകൾ IELTS എല്ലാം പഠിച്ച് വളരെ തയ്യാറായിരുന്നെങ്കിലും തൻ്റെ അയോഗ്യതകളെയെല്ലാം കൃപ നിറച്ച് ഈശോ ഇന്ന് ജർമ്മനിയിലേക്ക് പോകാൻ ഈ മകളെ അനുഗ്രഹിച്ച് കൃപ നിറച്ച ഒരു വലിയ അത്ഭുത സാക്ഷ്യമാണ്. ഈ മകളുടെ ഉടമ്പടി നിബന്ധനകളെല്ലാം കൃത്യമായി പാലിക്കുകയും ഈശോയെ സ്നേഹിക്കുവാനുള്ള ഒരു വലിയ തീരുമാനമെടുത്തപ്പോഴാണ് ഇവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്ന് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി, സ്ഥിരീകരിക്കുകയുണ്ടായി. നമ്മുടെ ജീവിതത്തിലും അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉടമ്പടി ജീവിതം എന്നാൽ നമുക്കറിയാം അവൻ പറയുന്നത് പോലെ ചെയ്യുന്നതാണ്. അവൻ പറയുന്നത് അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നാണ്. ഓരോ മക്കളും തങ്ങളുടെ പേഴ്സണൽ പ്രയർ, നമ്മുടെ വചന വായന, നാം ഈശോയെ സ്വീകരിക്കുമ്പോഴുള്ള ദിവ്യബലിയുള്ള നമ്മുടെ പങ്കാളിത്തം, നമ്മുടെ കുംഭസാരം, ഇവയെല്ലാം നാം കൃത്യമായി പാലിക്കുമ്പോൾ, തിരുസഭയോടൊത്ത് നാം യാത്ര ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്കുള്ള എപ്പോഴും ആ ഗ്രീൻ സിഗ്നൽ ഈശോയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കും. നമ്മുടെ കുറവുകൾ പോലും നിറവുകളാക്കുന്ന ഒരമ്മ നമുക്കുണ്ടെങ്കിൽ ഈശോ നമ്മെ എപ്പോഴും നമ്മുടെ ഉടമ്പടി എപ്പോഴും നിത്യതയിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. ജോസഫച്ചൻ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്, ഉടമ്പടി എന്നുള്ളത് നിസാരങ്ങളായ വീട്, വിവാഹം, കുഞ്ഞ്, PR, പെൻഷൻ എന്നിവയ്ക്ക് വേണ്ടിയല്ല, ഈശോയെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു വലിയ നിശ്ചയദാർഢ്യമാണ് ഉടമ്പടിയിൽ നിന്നും നേടിയെടുക്കേണ്ടതെന്ന് അച്ഛൻ പറയുന്നു. വളരെ വില കൊടുത്തുകൊണ്ടാണ് അച്ഛൻ ഈ സാക്ഷ്യത്തെ, ഈ സംഭവത്തെ, ഉടമ്പടി പ്രാർത്ഥനയെ നോക്കിക്കാണുന്നത്. ജിസ്ന സാജുവിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഒരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.